ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഒരു വീട്ടിലൊരു മാവാണിത്. കുറേ വർഷമായിട്ട് കായ്ക്കാൻ നിൽക്കുകയായിരുന്നു. എല്ലാ വീട്ടിലും മാവുണ്ട്, അത് പൂക്കുന്നു, കായ്ക്കുന്നു. അപ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര വിഷമമാണ്. നമ്മുടെ വീട്ടിലും മാവുണ്ട്, പക്ഷെ അത് കായ്ക്കുന്നില്ല. വർഷങ്ങളായിട്ട് കായ്ക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു വീഡിയോ കാണാൻ ഇടയായി. ഞാൻ അതായത് കായ്ക്കാത്ത മാവ് എങ്ങനെ കായ്ക്കും എന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് പറയുന്നത് മാവിന് മോതിരവളയം ഇട്ട് കൊടുക്കണം എന്നായിരുന്നു അതിനകത്ത് പരാമർശിച്ചിട്ടുള്ളത്. അതായത് മാവിന്റെ ആ ഒരു മധ്യഭാഗത്തായിട്ട് മാവിന് ഒട്ടും കേട് വരാത്ത രീതിയിൽ ഒരു വളയം, ഒരു മോതിരം പോലുള്ളൊരു വളയം ഇടുക. അത് അതിന്റെ തൊലി ഒരു 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 ഇഞ്ച് വലുപ്പത്തില് കറക്റ്റായിട്ട് അളന്നിട്ട് ആ തൊലി അങ്ങ് ചെത്തിക്കളയുക. മാവിന് കേട് വരാത്ത രീതിയിൽ ആ തൊലി അങ്ങ് ചെത്തിക്കളയുക. അങ്ങനെയായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിത് പരീക്ഷിക്കണമെന്നൊന്ന് കുറച്ച് നാളായിട്ട് എന്ന് വിചാരിക്കുന്നു. അപ്പം അത് ഓൾറെഡി നമ്മൾ ചെയ്തു നോക്കിയിട്ട് ഒരു അതിൻ്റെ കറക്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്റ്റംബർ, ഇത് മാവ് കായ്ക്കാൻ തുടങ്ങുന്ന ഒരു ജനുവരി മുതലുള്ള ആ ഒരു കൂടാനൊക്കെ തുടങ്ങുന്ന ആ ഒരു മാസമാണ്. അപ്പം അത് ആ ഒരു സമയത്ത് നമ്മൾ മുമ്പ് ഒരു സെപ്റ്റംബർ മാസമൊക്കെ ആകുമ്പോൾ, സെപ്റ്റംബർ ഒക്ടോബർ ആ മാസമൊക്കെ ആകുമ്പോൾ ഒന്ന് ഇത് നമ്മൾ ആ ഒരു മോതിരവളയിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പം അത് ഇട്ട് കൊടുക്കുമ്പോൾ അത് മാവിന് കൂടുതൽ അത് ഒരു ഊർജം അതിന്, അതായത് ആ നല്ല ഒരു ഊർജം ഉണ്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ മാവിന് തൊലി എത്തിക്കളയുന്നത് കൂടി മാവിന് നല്ലൊരു വളരാനുള്ളൊരു ഊർജവും ഉണ്ടാകും. അങ്ങനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ചെയ്ത് നമ്മൾ കുറച്ചാൾ കഴിഞ്ഞപ്പം ഇത് പൂക്കാൻ തുടങ്ങി. അടുത്ത വർഷമാകുമ്പോൾ ഇത് പൂക്കാൻ തുടങ്ങി. പൂത്തിട്ട് നമ്മൾ എന്നിട്ടും പിന്നെയും പ്രശ്നങ്ങളായിരുന്നു. പൂവൊക്കെ കൊഴിഞ്ഞു പോകുന്നു. ഒന്നോ രണ്ടോ മാങ്ങയൊക്കെ നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ പിന്നെയും കൂടുതൽ ഡീറ്റെയിൽസ് ഞാനിത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ അടുത്ത ഒരു ഒരു ടെക്നിക്കും കൂടെ കിട്ടി. അതായത് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ്, അതായത് ഒരു കഞ്ഞിവെള്ളം നമ്മളൊരു പുളിപ്പിച്ചിട്ട് അത് 2 ദിവസമൊക്കെ വെച്ചിട്ടേ ഇതിനകത്തൊരു നാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മാവിന് നല്ല പോഷക ഗുണം, അതായത് കീടാണുക്കൾ കാര്യങ്ങളെല്ലാം അതിൽ വരാതെ നല്ല രീതിയിൽ വളരാനുള്ള ഒരു വലിയ ഒരു മരുന്ന് തന്നെയാണ് ഈ കഞ്ഞിവെള്ളം, നമ്മൾ വേസ്റ്റ് കളയുന്ന കഞ്ഞിവെള്ളം. അപ്പോൾ അതും ഞാൻ കറക്റ്റായിട്ട് ഒഴിക്കാൻ തുടങ്ങിയപ്പോൾ പിറ്റുള്ള വർഷങ്ങളിൽ നമുക്കതിനൊക്കെ ശരിക്കും റിസൾട്ട് കിട്ടി. അപ്പം നിങ്ങളും ഇങ്ങനെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ദൈവത്തോട് വിശ്വാസം നമുക്ക് വേണം. അതായത് നമുക്ക് അതും വേണം, ഒരു പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. നമുക്ക് എങ്ങനെയും കായ്ക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ദൈവം സഹായിച്ച് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടി. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ച് ചെയ്ത വീഡിയോ ആണ്. അപ്പം നിങ്ങളും ഇങ്ങനെ കായ്ക്കാത്ത മാവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇത് എല്ലാവരും ചെയ്യുന്നതെന്നറിയാം. എന്തെങ്കിലും നമ്മളുടെ ആ ഒരു ഫസ്റ്റ് എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാൻ പിന്നെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഇട്ടാണ്. അപ്പം ഓക്കെ, താങ്ക്സ്.